Hi everyone, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മീൻ പീര പറ്റിച്ചതാണ്. ഇതിനായിട്ട് എനിക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത് കാരലാണ്. നിങ്ങൾക്ക് ഏത് ചെറിയ മീൻ വെച്ചും പീര പറ്റിക്കാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പുളി, തക്കാളി, മുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം. ഇതിത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് മിക്സറിൻ്റെ ജാറിൽ നമുക്ക് പുളിയും അതുപോലെ ഒരു 2 പിടി തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരയ്ക്കാം. അതെന്തിനാന്ന് പറഞ്ഞാൽ പീര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേസ്റ്റായിട്ടല്ല അരപ്പരിക്കുന്നത്, അതുകൊണ്ട് പുളി അരയത്തില്ല. ഇതൊന്നപ്പം അരച്ച് പേസ്റ്റാക്കാം. ഇതാകുമ്പോൾ പുളി നന്നായി അരഞ്ഞ് കിട്ടും. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പില അതുപോലെ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഇനി പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ഇനി ഇത് പൾസ് ചെയ്യാനേ പാടുള്ളൂ. ഒരു 2-3 പ്രാവശ്യം തന്നെ പൾസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. നമ്മൾ തോരത്തിൻ്റെ അത്രയും പേസ്റ്റ് ആകണ്ട. അതിൽ നിന്ന് കുറച്ച് മുന്നേ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ നാടൻ കറി എപ്പോഴും ഇതുപോലത്തെ ചട്ടിയിൽ തന്നെ വെക്കണം. ഇതിൽ നമ്മൾ തക്കാളി, മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ അരപ്പും കൂടി നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാരൽ മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഈ മീനും നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് അരച്ച അരപ്പിൻ്റെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കുക. കാരണം വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലതായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരണം. പിന്നെ ഒരുപാട് നമ്മൾ ഇളക്കരുത്. ഇളക്കുമ്പോൾ പതിയെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞിട്ട് ഈ മീനിൽ നല്ല മുള്ളുണ്ട്. മുള്ളെല്ലാം കൂടി മിക്സായി പോകും. അപ്പോൾ നമുക്ക് പതുക്കെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ പയ്യെ ഇളക്കിയാൽ മതിയാവും. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പീര കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഒരുപാട് വെള്ളമൊന്നുമല്ല. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് പാകമായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.